അമേരിക്കയിൽ അവധി ദിനങ്ങളിൽ വിമാനത്താവളങ്ങളിൽ തിരക്ക് കൂടുമ്പോൾ സുരക്ഷാ പരിശോധനകളിൽ കാലതാമസം ഒഴിവാക്കാൻ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണമെന്നും പോക്കറ്റുകളിൽ ലോഹ സാമഗ്രികൾ ഉണ്ടെങ്കിൽ അവ മാറ്റിവെക്കണമെന്നും പൈജാമ പോലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വിമാനത്താവളങ്ങളിൽ എത്തരുതെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ യാത്രക്കാരോട് തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച അറിയിപ്പ് ഇങ്ങനെയാണ്: ബോഡി സ്കാനറുകൾക്ക് തിളക്കം ഇഷ്ടമല്ല. നിങ്ങളുടെ അവധിക്കാല തിളക്കം മങ്ങിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വിമാനത്താവളത്തിൽ തിളക്കമുള്ള അവധിക്കാല സ്വെറ്റർ ധരിക്കാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നില്ല, പോസ്റ്റിൽ പറഞ്ഞു. ഇത്തരം വസ്ത്രങ്ങൾ സുരക്ഷാ പരിശോധനകളിൽ അധിക പരിശോധനകൾക്ക് കാരണമായേക്കാമെന്നാണ് അറിയിപ്പ്. കൂടാതെ വിൻഡ് ബ്രേക്കർ ജാക്കറ്റുകൾ, കട്ടിയുള്ള സ്വെറ്ററുകൾ, പോഞ്ചോ ജാക്കറ്റുകൾ തുടങ്ങിയ പുറത്തുള്ള കട്ടിയുള്ള വസ്ത്രങ്ങൾ സ്കാനിംഗ് സമയത്ത് മാറ്റേണ്ടി വന്നേക്കാം. പോക്കറ്റുകളിൽ ലോഹ സാമഗ്രികൾ ഉണ്ടെങ്കിൽ അവ സുരക്ഷാ പരിശോധനയിൽ അലാം മുഴങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം സാധനങ്ങൾ പോക്കറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നത് പരിശോധന എളുപ്പമാക്കുമെന്നും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ലോഹാംശം കൂടുതലുള്ള വസ്ത്രങ്ങൾ, ഷൂസുകൾ, ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നത് ഒഴിവാക്കാനും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശിച്ചു. ബ്രാസ് നെക്കിൾസ് പോലുള്ള വസ്തുക്കൾ കൈവശം കൊണ്ടുപോകാൻ അനുവാദമില്ല, എന്നാൽ ചെക്ക് ഇൻ ലഗേജിൽ വെക്കാം. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഇവ നിയമവിരുദ്ധമാണെന്നും അത്തരം സാധനങ്ങൾ ബാഗിൽ കണ്ടെത്തിയാൽ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം വിവാഹ വസ്ത്രങ്ങൾ കൈവശം കൊണ്ടുപോകാനോ ചെക്ക് ഇൻ ചെയ്യാനോ സാധിക്കും. വസ്ത്രം എക്സ്റേ മെഷീനിൽ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പ്രത്യേക പരിശോധനകൾ നടത്തും. കഴിഞ്ഞ മാസം US ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻ ഡഫി യാത്രക്കാരോട് പൈജാമയും സ്ലിപ്പറുകളും പോലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വിമാനത്താവളങ്ങളിൽ എത്തരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇതിന് ഔദ്യോഗികമായ നിയമങ്ങളോ പിഴകളോ നിലവിലില്ല. കഴിഞ്ഞ ആഴ്ചയും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. സുരക്ഷാ പരിശോധനകൾ എളുപ്പമാക്കാൻ ചില പ്രത്യേക സമ്മാനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങളാണ് അധികൃതർ വിശദീകരിച്ചത്. 3.4 ഔൺസ് അല്ലെങ്കിൽ 100 ml അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ അളവിലുള്ള പെർഫ്യൂം ബോട്ടിലുകൾ സാധാരണ ക്വാഡ് സൈസ് ലിക്വിഡ് ബാഗിൽ കൊള്ളുമെങ്കിൽ കൊണ്ടുപോകാം. സ്നോ ഗ്ലോബുകൾ കൊണ്ടുപോകാൻ അനുവാദമുണ്ടെങ്കിലും അവയുടെ വലുപ്പത്തിന് പരിധിയുണ്ട്. ടെന്നീസ് ബോളിന്റെ വലിപ്പമുള്ളതും അടിഭാഗത്ത് ഉറപ്പിച്ചതും 3.4 ഔൺസിൽ കുറവ് ദ്രാവകം അടങ്ങിയതുമായ സ്നോ ഗ്ലോബുകൾക്ക് അനുമതിയുണ്ട്. വലിയ സ്നോ ഗ്ലോബുകൾക്ക് പ്രത്യേക പരിശോധന വേണ്ടിവരും. മോതിരങ്ങൾ, നെക്ലേസുകൾ തുടങ്ങിയ ചെറിയ ആഭരണങ്ങൾ സമ്മാന പെട്ടികളിൽ വെച്ചാലും ക്യാരി ഓൺ ബാഗുകളിൽ കൊണ്ടുപോകാം. എന്നാൽ വലിയ ആഭരണങ്ങളോ ബെൽറ്റ് ബക്കിളുകളോ ധരിക്കുന്നത് അധിക പരിശോധനയ്ക്ക് കാരണമായേക്കാം. ഖരരൂപത്തിലുള്ള സുഗന്ധമുള്ള മെഴുകുതിരികൾ കൊണ്ടുപോകാം. എന്നാൽ ജെൽ മെഴുകുതിരികൾ ചെക്ക് ഇൻ ബാഗുകളിൽ വെക്കണം. സ്നോ ബോർഡുകൾ, സ്നോ ഷൂസ്, ഐസ് സ്കേറ്റുകൾ എന്നിവ സുരക്ഷാ പരിശോധന കടന്നുപോകും. എന്നാൽ വിമാനത്തിലെ ഓവർഹെഡ് ബിൻ സ്പേസ് എയർലൈൻ അനുസരിച്ച് വ്യത്യാസപ്പെടാം. സ്കീകളും സ്കീ പോളുകളും ചെക്ക് ഇൻ ചെയ്യണം. മൊബൈൽ ഫോണിനേക്കാൾ വലിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രത്യേകം ഒരു ബിന്നിൽ വെക്കണം. ഡ്രോണുകൾക്കും ഇതേ നിയമം ബാധകമാണ്. സാധാരണ ഡ്രൈ ബാറ്ററികളായ AA, AAA, 9 വോൾട്ട്, CD എന്നിവ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാം. 100 വാട്ട് അവർ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ലിഥിയം ബാറ്ററികൾ ഉപകരണങ്ങളിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാം. എന്നാൽ തീപിടുത്ത സാധ്യത കാരണം ലൂസ് ലിഥിയം ബാറ്ററികൾ ചെക്ക് ഇൻ ബാഗുകളിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല. കേക്കുകൾ, കുക്കീസ്, പൈസ്, ഫ്രൂട്ട് കേക്കുകൾ തുടങ്ങിയ ബേക്ക് ചെയ്ത വസ്തുക്കൾ സുരക്ഷാ പരിശോധന കടന്നുപോകും. എന്നാൽ ജാം, മാപ്പിൾ സിറപ്പ്, ഷാംപെയിൻ, എഗ്നോഗ് തുടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല. ഇവ ചെക്ക് ഇൻ ബാഗുകളിൽ വെക്കണം. സമ്മാനപ്പൊതികൾ സുരക്ഷാ ഭീഷണിയില്ലെന്ന് ഉറപ്പുവരുത്താൻ തുറന്ന് പരിശോധിക്കേണ്ടി വന്നേക്കാം. അതിനാൽ സമ്മാനങ്ങൾ പൊതിയുന്നതിന് പകരം ഫെസ്റ്റിവൽ ബോ വെക്കുകയോ ബാഗുകളിലോ ബോക്സുകളിലോ കൊണ്ടുപോവുകയോ ചെയ്യാൻ TSA നിർദ്ദേശിച്ചു.